ഹലോ, എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ 2020 വർഷത്തിലുള്ള ഓരോരോ ചോദ്യപേപ്പർ എടുത്ത് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമ്മൾ പഠിച്ചു തീർത്തു. 2021 ടോപ്പിക്കുകൾ നമ്മൾ ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2021 ആദ്യത്തെ ഒരു ക്ലാസ് 10 ചോദ്യങ്ങളും കൂടെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. ഇന്ന് നമ്മൾ 2021 ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റം അല്ലേ പഠിച്ചത്. ഇന്ന് നമ്മൾ ആറ്റം, അതോടൊപ്പം തന്നെ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, തന്മാത്ര, ഈ 3 ടോപ്പിക്കിൽ നിന്നും 2021 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു സീരീസിലൂടെ നമുക്ക് ഏകദേശം 2021 വർഷത്തിൽ PSC ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ പരീക്ഷകളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ചോദ്യം എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കാം. റെഡിയല്ലേ? അപ്പോൾ പോവാം. ആദ്യം ആറ്റത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ കണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 105/2021 എന്നുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതേപോലെ സെയിം ആയിട്ടുള്ള ഏകദേശം അതുപോലെയൊക്കെയുള്ള ചോദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പരിചയപ്പെട്ടു. അവിടെ നിന്ന് നമുക്കിത് എന്ത് മനസ്സിലാക്കാം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ കണമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? പ്രോട്ടോൺ ആണ് അല്ലേ. പ്രോട്ടോൺ ആണ്. അതായത് ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനകത്തുള്ള ഇലക്ട്രോണുകളെ പരസ്പരം കൈമാറുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ഒക്കെ തന്നെ ചെയ്യാറുണ്ട് അല്ലേ. ഇലക്ട്രോണുകളെ കൊടുക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പ്രോട്ടോണുകളെ അവരങ്ങനെ ചെയ്യുമോ? ഇല്ല. അതുമാത്രമല്ല, ഒരു ആറ്റം അതിൻ്റെ ആ ഒരു സ്വഭാവം തീരുമാനിക്കുന്നത് അതിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം 10 എന്ന് പറഞ്ഞാൽ 10 എന്ന ആറ്റോമിക് നമ്പർ ഉള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആറ്റോമിക് നമ്പറായിട്ടും കണക്കാക്കുക, Z. അപ്പോൾ 10 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പറുള്ള 10 പ്രോട്ടോണുകൾ അടങ്ങിയിട്ടുള്ള ഒരേ ഒരു ആറ്റമേ നമുക്ക് പരിചയമുള്ളൂ. അയാളാണ് നിയോൺ. ഓക്കെ. ഇനി 2 എന്നുള്ളതാണെങ്കിൽ ഹീലിയമാണ്. 2 എന്നുള്ള ആറ്റോമിക് നമ്പറുള്ള ഒരേ ഒരാൾ ആരാണ്? ഹീലിയം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ആ മൂലകത്തിന്റെ വ്യത്യസ്തമായ ആറ്റോമിക് നമ്പർ ഉള്ളതിനാൽ പ്രോട്ടോണുകളുടെ എണ്ണം ആ മൂലകത്തെ തിരിച്ചറിയാനാണ് സഹായിക്കുന്നത്. പല മൂലകങ്ങൾക്ക് പല നമ്പർ ഓഫ് പ്രോട്ടോണുകളാണുള്ളത്. അപ്പോൾ ആ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണത്തെയാണ് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ എണ്ണമാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് തുല്യമായിട്ടാണ്, കാരണം ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ അയോണുകൾ രൂപപ്പെടുമ്പോൾ കെമിക്കൽ റിയാക്ഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ കൊടുക്കുക വാങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രോട്ടോണുകൾക്ക് അവിടെ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോട്ടോണാണ് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം ഒരേ മൂലകത്തിൻ്റെ പല പല ഐസോടോപ്പുകൾ ഉണ്ടല്ലോ, മാസ് നമ്പർ വ്യത്യാസവും ആറ്റോമിക് നമ്പർ സെയിമുമായിട്ടുള്ള മൂലകത്തിൻ്റെ പല രൂപങ്ങളെ ഐസോടോപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അവിടെ ന്യൂട്രോണുകളുടെ എണ്ണത്തിന് മാറ്റം വരും അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ വരില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡായിട്ട് പ്രോട്ടോണിന്റെ എണ്ണത്തെ നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം ഏകദേശം സിമിലർ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് അല്ലേ. ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിലെ ആ ആറ്റത്തിനകത്തുള്ള ഏത് കണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ആറ്റത്തിലുള്ള ഏത് കണമാണ് ആ മൂലകം ഏതാണ് എന്ന് നിർണ്ണയിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 110/2021 എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കോഡിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ്? പ്രോട്ടോൺ ആണ് അല്ലേ. ഒരു മൂലകത്തിൻ്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ ആണ് അത് ഏത് മൂലകമാണ് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു മൂലകത്തിന്റെ അടിസ്ഥാന സ്വഭാവം നിശ്ചയിക്കുന്നത് അതിൻ്റെ ആറ്റോമിക് നമ്പർ ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിന്റെ എണ്ണമാണ്. അപ്പോൾ പ്രോട്ടോണിന്റെ എണ്ണത്തിന് മാറ്റം വന്നാൽ അത് വേറൊരു മൂലകമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ഒരു ആറ്റം ഏതാണ് എന്ന് നിർണ്ണയിക്കുന്നത് പ്രോട്ടോൺ ആണ്. ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യവും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഒരു ആറ്റത്തിന്റെ രാസഗുണങ്ങൾ ഏത് എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണിക എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ രാസഗുണം, അതായത് ഇലക്ട്രോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അതിൻ്റെ വാലൻസ് ഇലക്ട്രോണുകളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ആണ് രാസഗുണം തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം: ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദ തേർഡ് സെൽ ഓഫ് കോപ്പർ ആറ്റം?
അടുത്ത ചോദ്യം, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദ തേർഡ് സെൽ ഓഫ് കോപ്പർ ആറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ തേർഡ് ഷെല്ല് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം എന്താണ് ഈ പറയുന്ന കോപ്പർ ആറ്റത്തിന്റെ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇവിടെ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക സബാറ്റോമിക് കോൺഫിഗറേഷനും അതേപോലെ തന്നെ നമ്മൾ സാധാരണ എഴുതുന്ന 2, 8 എന്നുള്ള ആ ഒരു ബോർ മോഡൽ അനുസരിച്ചിട്ടുള്ള ആ ഒരു ഷെല്ല് അനുസരിച്ചിട്ടുള്ള കോൺഫിഗറേഷനും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. അപ്പോൾ ഇവിടെ കോപ്പർ എന്ന് പറയുന്നതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 29 ആണ്. അപ്പം ഇതിൻ്റെ സാധാരണഗതിയിലുള്ള കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 29 ആണ് എഴുതേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ഇതാണ് സബ് ഷെല്ല് 1s2 2s2 2p6 3s2 3p6 ഇത്രയും വരെ നമ്മൾ എഴുതി. ഇപ്പം എത്രയായി? 18 വന്നു അല്ലേ? ഇനി നമുക്ക് എന്ത് എഴുതണം? അടുത്തത് എന്താണ്? സാധാരണഗതിയിൽ 3D ആണ് വരേണ്ടത്. പക്ഷേ എന്ത് ചെയ്യും? സാധാരണ 4s കംപ്ലീറ്റ്ലി ഫിൽഡായ ശേഷം എന്ത് ചെയ്യുന്നു? 3Dക്കകത്ത് ഫില്ല് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയേ, 4s2 3d9 ഈ രീതിയിലായിരിക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ ഫില്ലാവേണ്ടിയിരുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ഇതേപോലെ 4s2 3d9 എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ ഈ 3D എന്ന് പറയുന്ന ഷെല്ലിനകത്ത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാലോ, അതായത് ഡിക്കകത്ത് മാക്സിമം 10 ഇലക്ട്രോണുകളാണ് കൊള്ളുക അല്ലേ? അതായത് 10 കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാലോ, പകുതി ഫില്ലായിട്ട് 5 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയാലോ ആറ്റത്തിന് ഒരു ചെറിയ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. അപ്പോൾ ആ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? കോപ്പർ ആറ്റം ഒരു കള്ളത്തരം കാണിക്കും. ഈ 4s 1 ഇലക്ട്രോൺ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഡിക്കകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തായി? ഇതേപോലെ 4s1 3d10 എന്നുള്ള രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ മൂന്നാമത്തേനകത്ത് എത്രയാണുള്ളത്? ഇവിടെ ഡിക്കകത്ത് 10 ഉള്ളത് അല്ലേ? അപ്പോൾ എന്ത്ര വരും? 18 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം അല്ലേ? അപ്പം ഈ പറയുന്ന മൂന്നാമത്തേനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് മൊത്തത്തിൽ എണ്ണി നോക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി 3s 3p 3d എന്നുള്ള സബ് ഷെല്ലുകളാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. ഇവിടെ 3s ഇലക്ട്രോണുകളെ നമ്മൾ കൂട്ടുക, അതേപോലെ 3p കൂട്ടുക, 3d കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കിനും 18 ഇലക്ട്രോൺ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ കോപ്പറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 29 ആണ്. ശരിക്കും എന്ത് വരണമായിരുന്നു? 4s2 3d9 എന്ന് വരണമായിരുന്നു. എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താവും? ഇതേപോലെ ഇരിക്കും. 4s1 എന്നിങ്ങനെ ഇരിക്കും, 3Dക്കകത്ത് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. 4ാമത്തെ ചോദ്യമാണ് ഇത്. 126/2021 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കോഡിൽ ചോദിച്ച ചോദ്യമാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, അത് പഠിച്ചു വെച്ചേക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ മാത്രമല്ല, പ്രോട്ടോണ്, ന്യൂട്രോണ് ഇതൊക്കെ തന്നെ പഠിച്ചു വെക്കണം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചതാണെങ്കിൽ ആരാണ്? ചാഡ്വിക് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1897 കാലഘട്ടത്തിലാണ് കാഥോഡ് കിരണങ്ങളെ കുറിച്ചിട്ട് ജെ തോംസൺ പഠനം നടത്തുന്നത്. ആ പഠനത്തിലൂടെയാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു പാർട്ടിക്കിൾ എല്ലാ ആറ്റങ്ങൾക്കകത്തുമുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇതെല്ലാ ആറ്റത്തിനും ഒരുപോലെയാണ് എന്ന് കണ്ടുപിടിക്കുകയും ഇത് ആറ്റത്തിന്റെ മൗലിക കണമാണ്, ആ മൗലിക കണം നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതാണ് ഇലക്ട്രോൺ എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ജെ തോംസൺ ആണ് കണ്ടെത്തുന്നത്. ഇവിടെ ഏണസ്റ്റ് റുദർഫോർഡ് എന്താണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതുകൂടാതെ ഓപ്ഷനകത്ത് നമുക്ക് യൂഗൻ ഗോൾഡ്സ്റ്റീനെ തന്നിട്ടുണ്ട് അല്ലേ? അദ്ദേഹം പ്രോട്ടോണിന്റെ സാന്നിധ്യം ആനോഡ് കിരണങ്ങൾക്കകത്തുണ്ട് എന്ന് ആദ്യമായി നിരീക്ഷിച്ച വ്യക്തിയാണ്. ആരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീന് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 126/2021 എന്ന് പറയുന്ന നമ്മുടെ SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ അസിസ്റ്റന്റ് കമ്പൈലർക്ക് ചോദിച്ചിട്ടുള്ള പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കാം. 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എന്ത്? 1 ഗ്രാം ആറ്റം, 1 ഗ്രാം ആറ്റം
അതായത് GAM, ഗ്രാം ആറ്റോമിക് മാസ്. അതായത് ഒരു ആറ്റത്തിന്റെ മോളിക്യുലാർ മാസിനെയോ ആറ്റോമിക് മാസിനെയോ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് GAM. ഉദാഹരണത്തിന് കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണ്. ഈ കാർബണിന്റെ 12 ഗ്രാം എടുത്താൽ, അല്ലെങ്കിൽ കാർബണിന്റെ ഈ 12 എന്നുള്ളതിനെ നമ്മൾ ഗ്രാമിൽ ഇതേപോലെ എക്സ്പ്രസ് ചെയ്താൽ ഇതിനകത്ത് ഒരു GAM ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, എപ്പോഴും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർത്ത് വെക്കുക, ഒരു പദാർത്ഥത്തിന്റെ ഒരു GAM-നകത്ത് 1 മോൾ പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഒരു സാധനത്തിന്റെ ഒരു GAM എടുത്താൽ അതിനകത്ത് എന്തുണ്ട്? 1 മോൾ പദാർത്ഥമുണ്ട്. 1 മോൾ പദാർത്ഥമുണ്ട്. ഓക്കെ, 1 മോൾ ഉണ്ട്. ഇതേപോലെ തന്നെ 1 മോൾ പദാർത്ഥത്തിനകത്ത് അവഗാഡ്രോസ് നമ്പർ ഓഫ് കണികകൾ അടങ്ങിയിരിക്കുന്നു. അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂള് ഒക്കെ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അവഗാഡ്രോ നമ്പർ എത്രയാണ്? അത് 6.022 × 10⁻23 ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം, 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 ഗ്രാം ഓഫ് എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അതിനകത്ത് ഒരു GAM ഉണ്ടാവും. ഒരു GAM-നകത്ത് 1 മോൾ പദാർത്ഥം ഉണ്ടാവും. 1 മോൾ പദാർത്ഥത്തിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? ഓപ്ഷൻ C ആകും. അതായത് അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ അതെന്താ? 6.022 × 10⁻23 ആണ് അല്ലേ? അപ്പോൾ 1 ഗ്രാം ആറ്റം എന്ന് പറയുന്നത് 1 മോൾ ആറ്റങ്ങൾക്ക് തുല്യമാണ്. ഏത് സാധനത്തിന്റെ 1 മോൾ എടുത്താലും അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം കാണും. 6.022 × 10⁻23 എണ്ണം ആറ്റങ്ങൾ കാണും. ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 ആണ്. ഇതിന്റെ കൂട്ടത്തിൽ അവഗാഡ്രോ നമ്പർ നല്ല രീതിയിൽ നോക്കി വെച്ചേക്കാം. ഇതിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് N എന്ന് എഴുതിയിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് A കൊടുത്തിട്ടാണ് അവഗാഡ്രോ നമ്പറിനെ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യാറുള്ളത്. ഇതുകൂടാതെ നമുക്ക് അന്താരാഷ്ട്ര മോൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 23 ആണ്. അപ്പോൾ 10⁻23 അല്ലേ, അതിനെ നമ്മൾ ഒക്ടോബർ 10 അല്ലേ, 10/23 എന്ന് എഴുതിയാൽ ഒക്ടോബർ 23 ആയി. അതാണ് മോൾ ദിനം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം 137/2021 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എ സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺ. ഒരു സെമി കണ്ടക്ടറിന് ഡാഷ് വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ, ആറ്റങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളെങ്കിൽ അതെന്ത് ചെയ്യും? ഈ 1 ഇലക്ട്രോൺ പുറമേക്ക് കൊടുത്തിട്ട് മറ്റൊന്നിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് ഇതെന്താവും? സ്റ്റേബിൾ ആവും. 7 ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കുക, ക്ലോറിനൊക്കെ ഉള്ള പോലെ. അപ്പോൾ അതെന്താക്കും? എവിടെന്നെങ്കിലും 1 ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ വാങ്ങിച്ചിട്ട് നമുക്ക് സ്റ്റേബിൾ ആവാം. അപ്പോൾ 8 ഇലക്ട്രോൺ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഇനി ഇത് രണ്ടുമല്ല എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഇത് ഇലക്ട്രോ പോസിറ്റീവും ആയിരിക്കില്ല, ഇലക്ട്രോ നെഗറ്റീവും ആയിരിക്കില്ല. അങ്ങനെയുള്ള സ്വഭാവമാണ് ഇത് കാണിക്കുന്നെങ്കിൽ അതിന് സെമി കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഈ പറയുന്ന പോലെ കൊടുക്കുന്നതുമല്ല എളുപ്പം, വാങ്ങുന്നതുമല്ല എളുപ്പം എന്നുള്ള 8ന്റെ പകുതിയായിട്ടുള്ള 4 ഇലക്ട്രോണുകളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അത്തരത്തിലുള്ളവരെയാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് വിളിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സെമി കണ്ടക്ടറുകൾ സിലിക്കണും ജെർമേനിയവുമാണ്. ഇത് ഗ്രൂപ്പ് 14-നകത്ത്, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 14-ലാണ് ജർമ്മനും സിലിക്കോണും ഉള്ളത്. ഓക്കെ, കാർബണും ഒക്കെ ഗ്രൂപ്പ് 14 ഉണ്ട്. പക്ഷെ എന്നാൽ പോലും സിലിക്കണും ജെർമേനിയവുമാണ് എന്ത് ചെയ്യുന്നത്? സെമി കണ്ടക്ടറുകളായിട്ട് പൊതുവെ പെരുമാറുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. സെമി കണ്ടക്ടറുകളെ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഡോപ്പിംഗ്, അതായത് ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. അതിനെ ഡോപ്പിംഗ് എന്നാണ് പറയുക. അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി, ഒരു ഹോളോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജ്, ഒരു ഇലക്ട്രോൺ എക്സ്ട്രായോ ഇതിനകത്തേക്ക് കടന്നു വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി കൂടിയാൽ ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടറുകളെ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസുകൾക്കകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഫോട്ടോ വോൾട്ടിക് സെല്ല് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അകത്ത് സെമി കണ്ടക്ടറുകളെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് 4 ഇലക്ട്രോണുകളാണ് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക. ഈ 4 വാലൻസ് ഇലക്ട്രോണുകളെ അതിനകത്ത് കോവാലന്റ് ബോണ്ടുകൾ ചുറ്റുമുള്ള ഇതേപോലെയുള്ള സെമി കണ്ടക്ടറുകളുമായിട്ട്, സെമി കണ്ടക്ടർ പ്രോപ്പർട്ടി ഉള്ള ആറ്റങ്ങളുമായിട്ട് ഇത്തരത്തിൽ കോവാലന്റ് ബോണ്ട് നിർമ്മിച്ചിട്ടാണ് ഇങ്ങനെയാണ് ഇത് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഡോപ്പിംഗ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുകയും പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു.
അടുത്ത ടോപ്പിക്കാണ് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ അഥവാ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ്രവ്യത്തിന് പലതരത്തിലുള്ള അവസ്ഥകൾ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഭൂമിയിൽ കാണാനും നമുക്ക് പരിചയമുള്ള അവസ്ഥകൾ എന്ന് പറയുന്നത് 3 അവസ്ഥകളാണ്: ഖരം, ദ്രാവകം, വാതകം. 4ാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മാവസ്ഥയൊക്കെ സൂര്യനിൽ കാണപ്പെടുന്നതാണ്. അതിനുശേഷമുള്ള അവസ്ഥകളൊക്കെ തന്നെ ലബോറട്ടറി കണ്ടീഷനുകളിൽ നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള മറ്റ് പല പ്രദേശങ്ങളിലുമുള്ള അല്ലെങ്കിൽ നമുക്ക് സാധാരണ ദൈനംദിന ജീവിതത്തിൽ കാണാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7 അവസ്ഥകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് കോമൺ പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ള വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ദ്രവ്യത്തിന് നമ്മൾക്ക് കാണാൻ പറ്റുന്ന അവസ്ഥകൾ 3 ഖരം, ദ്രാവകം, വാതകം. ഇതുകൂടാതെ ആധുനിക ശാസ്ത്രം അനുസരിച്ചിട്ട് പ്രധാനമായിട്ടും 7 അവസ്ഥകളാണുള്ളത്. ഒന്നാമത്തേത് ഖരം, ദ്രാവകം, വാതകം. അതിനുശേഷം പ്ലാസ്മ, ഇത് സൂര്യനിലും ഇടിമിന്നലിലൊക്കെ കാണുന്ന അവസ്ഥയാണ്. അടുത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്, ഇതാണ് 5ാമത്തെ അവസ്ഥ. അടുത്തത് ഫെർമിയോണിക് കണ്ടൻസ്റ്റേറ്റ്, 6ാമത്തെ അവസ്ഥ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ഇതാണ് 7ാമത്തെ അവസ്ഥ. ഇത്തരത്തിലുള്ള 7 അവസ്ഥകളാണ് നമുക്ക് സാധാരണഗതിയിൽ പദാർത്ഥങ്ങൾക്ക് ഉള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ച് കാണുന്ന തരം ഒരു ചോദ്യമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി പരീക്ഷ ടഫൊക്കെ ആവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റയർ സാധനങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് ഭയങ്കര പാടാണ് ഈ ചോദ്യം എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും സാധാരണ നമ്മൾ കൺവെൻഷനായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കാണുന്ന തരം ഒരു ചോദ്യമല്ല ഇതുള്ളത്. അപ്പോൾ എന്താ, ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുതരോധിയായിട്ടും വരാൻ കഴിയുന്ന ദ്രവ്യത്തിൻ്റെ രൂപം എന്ത്, ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ 7 അവസ്ഥകളാണ് പ്രധാനമായിട്ട് പഠിച്ചത് അല്ലേ. അതുകൂടാതെയും ദ്രവ്യത്തിൻ്റെ പല അവസ്ഥകളും ആധുനിക ശാസ്ത്രപ്രകാരം കണ്ടെത്തുന്നുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് 7 അവസ്ഥ എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ളൊരു ചോദ്യവും കൂടെ ഉണ്ട്. ഇത് 127/2021 SLC മെയിൻസ് എക്സാമിനേഷൻ ഓഫീസ് അറ്റൻഡറുടെ പരീക്ഷയ്ക്ക്, ലബോറട്ടറി അറ്റൻഡറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ജാൺ ടെല്ലർ മെറ്റൽ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ജാൺ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്ന ആ ദ്രവ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പുതിയ അവസ്ഥയാണത്. ഇത് ഒരേ സമയം ഇൻസുലേറ്റർ ആയിട്ടും വൈദ്യുതരോധിയായിട്ടും അതേസമയം സൂപ്പർ കണ്ടക്ടറായിട്ടും വൈദ്യുത ചാലകമായിട്ടും പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. ഇത് ഫുള്ളറിൻ തന്മാത്രകളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ജാൺ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്ന ദ്രവ്യത്തിൻ്റെ ഒരു രൂപത്തെ, ഒരു അവസ്ഥയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ആലോചിച്ചിട്ട് നിങ്ങൾ 8 അവസ്ഥ എന്ന് മനസ്സിലാക്കി വെക്കരുത്. ദ്രവ്യത്തിന് 7 അവസ്ഥയാണുള്ളത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതലുള്ളതൊന്നും നമുക്ക് PSCയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ 7 അവസ്ഥ എന്ന് മനസ്സിലാക്കുക. ഒരേ സമയം വൈദ്യുതരോധിയായിട്ടും അതേസമയം വൈദ്യുതി കടത്തിവിടുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ജാൺ ടെല്ലർ മെറ്റൽ ആണ് എന്നുള്ളൊരു എക്സ്ട്രാ ഫാക്ട് കൂടെ നോക്കി വെച്ചേക്കാം. അടുത്ത ടോപ്പിക്ക് തന്മാത്ര അഥവാ മോളിക്യൂള് എന്നതിൽ നിന്നുമാണ് 9ാമത്തെ നമ്മുടെ ചോദ്യം. 124/2021 LD ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം? ഏക ആറ്റോമിക തന്മാത്രകളുള്ള മൂലകങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്മാത്ര എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഏക ആറ്റോമിക തന്മാത്രകളുള്ള മൂലകങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഏക ആറ്റോമിക് എന്ന് പറയുമ്പോൾ എന്താ? മോണോ ആറ്റോമിക് അല്ലേ. മോണോ ആറ്റോമിക്. എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിലൊക്കെ ഏർപ്പെട്ട് ഇലക്ട്രോൺസ് ഒക്കെ ഷെയർ ചെയ്തിട്ടോ ഡൊണേറ്റ് ചെയ്തിട്ടോ സ്വീകരിച്ചിട്ടോ ഒക്കെ മോളിക്യൂളായിട്ടും കോമ്പൗണ്ട് രൂപീകരിച്ചിട്ടും ഒക്കെ നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു? എന്തുകൊണ്ടാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അത് സ്റ്റേബിൾ ആകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഇവർ കെമിക്കൽ റിയാക്ഷന് കാര്യമായിട്ട് പോവോ? ഇല്ല അല്ലേ. അത്തരത്തിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് കെമിക്കൽ റിയാക്ഷനിലൊക്കെ പങ്കെടുക്കാൻ നല്ല മടി കാണിക്കുന്ന കുറച്ച് ആളുകളാണ് അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇവർക്ക് വേറൊരു പേര് കൂടി ഉണ്ട്, അതാണ് കുലീനവാതകങ്ങൾ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാലോജൻ ഉണ്ട്. ഹാലോജൻ
17ാമത്തെ ഗ്രൂപ്പാണ്, വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്സിജൻ ഫാമിലി അല്ല, ഓക്സിജനൊക്കെ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടും, നമുക്കറിയാം അല്ലേ. മോളിക്യൂള് O2 ആയിട്ട് തന്നെയാണ് നിൽക്കുക, മോണോ ആറ്റോമിക് അല്ല. സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഡി എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിനകത്തുള്ള ആളുകളാണ്. ആ മെറ്റലുകളൊക്കെ തന്നെ, അതൊക്കെ തന്നെ മെറ്റലുകളാണ്, അവരൊക്കെ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ മോണോ ആറ്റോമിക് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ആരാണ്? കുലീനവാതകങ്ങളാണ്. മോണോ ആറ്റോമിക് എന്ന് പറയുമ്പോൾ ഹീലിയം ഒരൊറ്റ ആറ്റമായിട്ട് അല്ലേ, നിയോണ് ഈ രീതിയിൽ നിൽക്കും. ആർഗൺ, ക്രിപ്റ്റൻ ഇവരൊക്കെ ഒറ്റ ആറ്റമായിട്ട് നിലനിൽക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. നമ്മുടെ ഉത്തരം അപ്പം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ തുടങ്ങിയിട്ടുള്ള കുലീനവാതകങ്ങൾ, ഇവരെ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും. ഇവർ രാസപരമായിട്ട് നിഷ്ക്രിയമാണ്, അതുകൊണ്ട് തന്നെ റിയാക്ഷനിലൊന്നും അവർ പങ്കെടുക്കില്ല. അതുകൊണ്ട് അവർ മോണോ ആറ്റോമിക് ആയിട്ട് നിൽക്കുന്നു. അതേസമയം ഓപ്ഷനിൽ തന്നിട്ടുള്ള ഹാലോജൻ Cl2, F2, I2 ഒക്കെ ആയിട്ടാണ് ഹാലോജനുകൾ നിൽക്കുക. ഓക്സിജൻ ആണെങ്കിലും O2 എന്ന് പറയുന്ന ഡയാറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂളും O3 എന്ന് പറയുന്ന ഓസോണും ഒക്കെ രൂപീകരിക്കും അല്ലേ. സാധാരണയായിട്ട് ഡയാറ്റോമിക് തന്മാത്രകളായിട്ടാണ് ഹാലോജനെയും ഓക്സിജനെയും ഒക്കെ കാണാറുള്ളത്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം, 10ാമത്തെ ചോദ്യം, 19/2021 സയന്റിഫിക് ഓഫീസറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐഡന്റിഫൈ ദ ക്രിസ്റ്റൽ ദാറ്റ് ഹാസ് അയോണിക് ബോണ്ടിങ്. താഴെ തന്നിട്ടുള്ള ആളുകളിൽ അയണിക് ബോണ്ടിങ് കാണിക്കുന്ന, അയോണിക് സ്വഭാവം കാണിക്കുന്ന ആളാര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയമണ്ട്, സിലിക്കൺ, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം എന്നിങ്ങനെയുള്ള ആളുകളെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, സോഡിയം ക്ലോറൈഡ് ആണ്. സാധാരണഗതിയിൽ അയണിക് ബോണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു സംഭവം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ആളാണ് NaCl എന്ന് പറയുന്നത്. കാരണം സോഡിയം എന്ന് പറയുമ്പോഴത്തേക്കിനും 11 ആറ്റോമിക് നമ്പർ, അപ്പോൾ 2, 8, 1 ഇങ്ങനെ നിൽക്കും. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 17 ആറ്റോമിക് നമ്പർ, 2, 8, 7 എന്നിങ്ങനെയുള്ളൊരു കോൺഫിഗറേഷനാണ് ആര് കാണിക്കുക? ക്ലോറിൻ കാണിക്കുക. അപ്പോൾ ഇയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോൺ ആവശ്യമുണ്ട്, ഇയാൾക്കാണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യും, ഇയാൾ സ്വീകരിക്കും, അങ്ങനെ ഒരു അയണിക് ബോണ്ട് ഉണ്ടാക്കും, സോഡിയവും ക്ലോറിനും കൂടെ. അപ്പോൾ ആ രീതിയിലാണ് അയണിക് ബോണ്ട് രൂപീകരിക്കുന്നത്. NaCl നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, സോഡിയം ക്ലോറൈഡ് ആണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ആ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, അവിടെ അയോണിക് ബോണ്ട് ആണ് ഉള്ളത്. ഈ കൂട്ടത്തിൽ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ള ഡയമണ്ട്, അതേപോലെ തന്നെ സിലിക്കൺ, ഇവർക്കൊക്കെ തന്നെയും കോവാലന്റ് ബോണ്ടിങ് ആണ്, ഇലക്ട്രോണുകളെ ഷെയർ ആണ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ മഗ്നീഷ്യത്തിന് മെറ്റാലിക് ബോണ്ടാണ് മഗ്നീഷ്യം സാധാരണഗതിയിൽ കാണിക്കാറുള്ളത്. ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2021 വർഷത്തിൽ ആറ്റം, അതേപോലെ തന്നെ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ, തന്മാത്ര തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുമുള്ള മൊത്തത്തിൽ 10 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇതുകൂടാതെ 2021 വർഷത്തിലുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളും നമ്മൾ വരും എപ്പിസോഡുകളിലായിട്ട് കവർ ചെയ്യും. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിക്കാതെ എങ്ങനെയാണ് PSC ചോദ്യം ചോദിക്കാനുള്ള സാധ്യത എന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യത്തെ അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും കൺസെപ്റ്റുകൾ എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.